ഇന്നത്തെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഇസ്തിരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതായത് അവിൽ ഇസ്തിരി. നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം അല്ലെങ്കിൽ കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരം എന്നറിയപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അവിൽ ഇസ്തിരി. ഇത് വേറെ എവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടിപൊളി ടേസ്റ്റാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഇസ്തിരി അല്ലെങ്കിൽ അവൽ ഇസ്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലിന് കറക്റ്റ് അളവൊന്നും ഇല്ല കേട്ടോ, നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇതാ പാൽ നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വരേണ്ട പരിപാടിയേ ഉള്ളൂ. വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. നമുക്ക് ശരിക്കും ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഉണ്ടാക്കി കഴിയും കേട്ടോ, അത്രയും സിമ്പിളാണ്. അപ്പോൾ ഇതാ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് കുറച്ച് ചൂട് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നാൽ ഓവർ തണുക്കാനും പാടില്ല കേട്ടോ. ഒരു ചൂട്ടിൽ തന്നെ, അതായത് ഒരു ഇളം ചൂട്ടിൽ തന്നെ നമ്മളിത് ഒഴിച്ചിട്ട് കുടിക്കണം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഇസ്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റംസാണ് ഈ 4 എണ്ണേ വേണ്ടുള്ളൂ, പിന്നെ പാലും. അപ്പോൾ ഇത് ആദ്യം തന്നെ മെയിൻ വേണ്ടത് അവിലാണ്. അവിൽ വറുത്തതാണേലും വറുക്കാതായാലും ഏതായാലും കുഴപ്പമില്ല. പക്ഷേ കുറച്ചൊരു ക്രിസ്പി ആയിട്ടുള്ള അവിലാവുമ്പം നമുക്കിത് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ വേണ്ടത് ഈ ഒരു മഞ്ഞ മിക്സ്ചറാണ് കേട്ടോ. മിക്സ്ചർ എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിൽ ഇതിന് ഓമിയോ അല്ലെങ്കിൽ ഓമോപ്പൊടി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ ഒരു മഞ്ഞ മിക്സ്ചറില്ലേ, ഇതാണ്. ഇതിനാകുമ്പം എരിവും ഉണ്ടാവില്ല, എന്നാൽ നല്ല ഫ്ലേവറും ഉണ്ടാവും. ഇത് തന്നെ നിർബന്ധമായിട്ട് വേണം കേട്ടോ. പിന്നെ മെയിൻ വേണ്ടത് റോബസ്റ്റ പഴമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ലൈറ്റ് പച്ച കളർ പഴം വരുന്നില്ലേ, തൊലിയുള്ള ആ പഴമാണ് വേണ്ടത്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ യു എയിൽ റോബസ്റ്റ ഈ ഒരു ടൈപ്പാണല്ലോ കിട്ടല്. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര മെയിനായിട്ട്, പിന്നെ നമ്മുടെ പാലും. ഇനിയിപ്പോൾ ഇതെങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇസ്തിരി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് അവിലിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കുള്ള പോർഷനായിട്ടാണ് ചെയ്തെടുക്കേണ്ട, ഓരോരോ ബൗളിൽ. പിന്നെ നമുക്ക് വേണ്ടത്ര മിച്ചറും കൂടി ഇട്ട് കൊടുക്കുക. അതൊക്കെ ഇതിന് കറക്റ്റ് ഒരു അളവ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അല്ലാതെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ചധികം തന്നെ മിച്ചറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഴയില്ല, അത് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഫുള്ളായിട്ട് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ കൂടുതൽ പഴം വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇടാം. അങ്ങനെ എല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലില്ല, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ തണുക്കരുത് കേട്ടോ. ഇളം ചൂട്ടിൽ തന്നെ കുടിക്കുക, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പാലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുക. എത്രയോ പരിപാടിയുള്ളൂ, നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ. പ്രത്യേകം നമ്മൾ പാൽ ഓവർ തണുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒഴിച്ച ഉടനെ തന്നെ കഴിക്കുക കേട്ടോ, ഓവർ കുതിരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ കഴിക്കാം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അവലിസ്തിരി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്. അതുപോലെ തന്നെ ഞാൻ 3-4 വർഷം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ ചെയ്യുന്ന അവലിസ്തിരിയുടെ റെസിപ്പി കേട്ടോ. നല്ല ടേസ്റ്റാണ് അതും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ ഒരു രീതി ചെയ്ത് നോക്കി. ഇത് നമുക്ക് ആ ഒരു കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സെയിം സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്താണോ ഇഷ്ടമുള്ളത് അത് ഉണ്ടാക്കി നോക്കാം. അതിൻ്റെയും കൂടി ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്